അതായത് നമ്മൾ ഈ ഓണക്കാഴ്ചകളൊക്കെയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതെങ്കിലും പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലപ്പുറം വണ്ടൂരിൽ അവിടെ ഒരു യുവാവ് മരിച്ചത് നിപ ബാധയിലെന്നാണ് സംശയം. അതിൻ്റെ പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കൂടി വന്നാലേ അത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവാവ് മരിച്ചത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, നമസ്കാരം. ഒരു മരണവാർത്തയാണ്. തിരുവോണാശംസകൾ നേരുന്നത് ശരിയാണോ എന്നറിയില്ല, എങ്കിൽ കൂടി ഇന്നത്തെ ദിവസം ആശംസിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇത് എവിടെയായിരുന്നു സംഭവം? ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം എപ്പോഴാണ് പുറത്തു വരിക? മോത്തി, ഇന്നലെയാണ് ഈ നിപ രോഗം സ്ഥിരീകരിക്കുന്നത്. ഈ മരണപ്പെട്ട ഈ MSc പഠിക്കുന്ന ബാംഗ്ലൂർ MSc വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടന്നത്. മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്രവ പരിശോധന റിസൾട്ട് വന്നത്. അതിലാണ് നിപ പോസിറ്റീവായി കണ്ടത്. പിന്നീട് അത് സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ ഫലം ഇന്നത്തോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവാലി പഞ്ചായത്തിലാണ് ഈ സംഭവം. നടുവത്ത് എന്ന സ്ഥലത്താണ്. അവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബാംഗ്ലൂരിൽ നിന്നും യുവാവ് നാട്ടിലേക്ക് വന്നത്. കാലിന് ഫുട്ബോൾ കളിക്കുന്നതിനിടെ പരിക്കേറ്റ് നാട്ടിലേക്ക് വന്നതാണ്. അവിടെ നാട്ടിലെത്തിയപ്പോഴാണ് പിന്നീട് പനി ബാധിച്ചത്, മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. പിന്നീട് അവിടെ വണ്ടൂരിലെ സ്വകാര്യ ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു. നടുവത്തുള്ള സ്വന്തം നാട്ടിലുള്ള ക്ലിനിക്കിൽ പരിശോധിച്ചു. അവിടെ ഒന്നും പനി ഭേദമാകാതെ വന്നപ്പോഴാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ വെച്ചാണ് നിപ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് അവർ സ്രവം സാമ്പിൾ പരിശോധനയ്ക്ക് എടുക്കുന്നത്. പിന്നീടാണ് അവിടെ വെച്ച് മരണം സംഭവിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച മരിച്ചു. പക്ഷേ കുറച്ച് ദിവസം വൈകി സ്രവം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി നൽകാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ 5 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ മരണം നടക്കുന്ന സമയത്തൊന്നും നിപ ആ സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ അടുത്തിടപഴകിയ ആളുകൾ, ഒപ്പം തന്നെ സംസ്കരിക്കുന്ന സമയത്തൊക്കെ അടുത്തിടപഴകിയ ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായ ഒരു പരിശോധന കണക്കെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. ഔദ്യോഗികമായി പൂനെ വൈറോളജിയുടെ സ്ഥിരീകരണം വേണമെങ്കിൽ കൂടി സമാന്തരമായി നമ്മുടെ ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഹെൽത്ത് ഡയറക്ടർ ഇപ്പോൾ മലപ്പുറത്തുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. പൂനെ വൈറോളജി ലാബിലെ ഫലം കൂടി വന്നാലേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. എന്നാലും സ്ഥലവും അല്ലേ, അവിടുത്തെ ആളുകളുമൊക്കെ കുറച്ചൊരു ശ്രദ്ധ സൂക്ഷിക്കുക. ആരോഗ്യവകുപ്പ് വേണ്ട മുൻകരുതലൊക്കെ എടുക്കുന്നുണ്ട്.